This is 24. നമസ്കാരം, എൻകൗണ്ടറിലേക്ക് സ്വാഗതം. 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ വോട്ടെടുപ്പ് നാളെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഈ ദീർഘനാളിന് ഒടുവിൽ അവസാന ലാപ്പിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കടക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേദാർനാഥിലെ ഗുഹയിൽ ധ്യാനനിമഗ്നനായി നിൽക്കുകയാണ്. ഡൽഹിയിലാകട്ടെ പ്രതിപക്ഷ ഐക്യനിര ശക്തിപ്പെടുത്തുന്നതിന്റെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് ചന്ദ്രബാബു നായിഡു. കോൺഗ്രസും അണിയറയിൽ കണക്കുകൂട്ടലുകളുമായി മുന്നിൽ നിൽക്കുന്നു. 300 സീറ്റിലധികം കിട്ടും, വീണ്ടും ഇതേപോലെ ശക്തമായ അധികാരത്തിലേക്ക് തിരിച്ചെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം BJPയും NDAയും ഒരുപോലെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ ചിതറി നിൽക്കുന്ന പ്രതിപക്ഷമല്ല ഇപ്പോഴുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഏതു വിധേനയും BJP അധികാരത്തിൽ നിന്ന് ഇറക്കാൻ വേണ്ടി കൈകോർത്ത് നിൽക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് പ്രതിപക്ഷം. അവസാന ലാപ്പിലേക്ക് തിരഞ്ഞെടുപ്പ് കടക്കുമ്പോൾ അടിതെറ്റാൻ പോകുന്നത് ആർക്കാണ്? എൻകൗണ്ടർ പരിശോധിക്കുന്നു. നാളെ 59 മണ്ഡലങ്ങൾ കൂടി വിധി എഴുതുന്നതോടെ ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പ് പ്രക്രിയ പൂർത്തിയാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി അടക്കം പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ നാളെ ജനവിധി രേഖപ്പെടുത്താൻ പോവുകയാണ്. നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളിലൂടെയായിരുന്നു രാജ്യം കടന്നുപോയത്. ഇനി അങ്ങോട്ട് മെയ് 23 ജനവിധി അറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. 4 നാൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ആരായിരിക്കും ജയിച്ചു കയറാൻ പോകുന്നത്? കണക്കുകൂട്ടലുകളിലും പിന്നാമ്പുറ ചരടുവലികളിലുമാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. എൻകൗണ്ടർ പരിശോധിക്കുന്നു. അവസാന ലാപ്പിൽ അടിതെറ്റാൻ പോകുന്നത് ആർക്ക്? അതിഥികൾ CPIM നേതാവ് ശ്രീ MV ഗോവിന്ദൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഈ ചർച്ചയുടെ ഭാഗമാകും. BJP നേതാവ് ശ്രീ P ശിവശങ്കരൻ ഈ ചർച്ചയിൽ പങ്കെടുക്കും. രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ജേക്കബ് ജോർജും ഉണ്ട് ഈ ചർച്ചയുടെ ഭാഗമാകാൻ. തുടക്കത്തിൽ ശ്രീ P ശിവശങ്കരൻ, 300-ലേറെ സീറ്റുകൾ കൈപ്പിടിയിലൊതുക്കി NDA മികച്ച തിളക്കമാർന്ന വിജയത്തോടെ വീണ്ടും അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷായും നിരന്തരം പ്രകടിപ്പിക്കുന്നത്. എന്ത് കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഈ ആത്മവിശ്വാസം? ഒന്നാമതായി, ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ബദലായിക്കൊണ്ട് ഒരു പാൻ ഇന്ത്യൻ പൊളിറ്റിക്സ് അത് നൽകുവാനും അതിന് പ്രവർത്തന രൂപം നൽകുവാനും അതിന് കൃത്യമായ ശാസ്ത്രീയമായ നേട്ടങ്ങളുടെ പ്രചരണ പരിപാടികളിലൂടെ ഭാരതമെങ്ങാടും പ്രചരിപ്പിക്കുവാനും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ തവണയാണ് രാഷ്ട്രീയ പാർട്ടി എന്നതിൽ BJP കഴിഞ്ഞിട്ടുള്ളത്, NDAക്ക് കഴിഞ്ഞിട്ടുള്ളത്. BJPക്കോ അല്ലെങ്കിൽ NDA സഖ്യകക്ഷികൾക്കോ കൃത്യമായി ഭാരതത്തിൻ്റെ എല്ലാ കോണുകളിലും ഒരു രാഷ്ട്രീയമായ ഒരു മുഖം നൽകുവാൻ, ഒരു പ്രചരണം നൽകുവാൻ, കൃത്യമായ രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ കോൺഗ്രസ്സിന് ബദലായി മറ്റൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഉദയം അത് ജനങ്ങൾ കാണുന്നു. പ്രത്യേകിച്ച് ഇത്തരം സോഷ്യൽ മീഡിയയുടെയും മറ്റുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഇൻ്റർനെറ്റിൻ്റെ വ്യക്തമായ ഒരു സാന്നിധ്യം ഗ്രാമങ്ങൾ കൂടിയുള്ളപ്പോൾ ജനങ്ങൾ കോൺഗ്രസ്സിന് പകരം ഒരു കൃത്യമായ ദേശീയ രാഷ്ട്രീയ കക്ഷിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു അവരുടെ വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2, ഇത്രയേറെ കൃത്യമായ രാഷ്ട്രീയമായ ഒരു പ്രവർത്തന സംവിധാനം, എണ്ണയറ്റ ഒരു മെഷീൻ പോലെ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ ഇന്ത്യയിൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3, പ്രതിപക്ഷ കക്ഷികൾക്ക് യഥാർത്ഥത്തിൽ റാഫേൽ അടക്കം അല്ലെങ്കിൽ ഇവർ ചൂണ്ടിക്കാണിച്ചതുപോലെ നോട്ട് നിരോധനമോ GSTയോ അടക്കമുള്ള കാതലായ പ്രശ്നങ്ങൾ എന്ന് അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുവാനും ജനങ്ങളുടെ ഒരു പിന്തുണ നേടുവാനും അവർക്ക് സാധിച്ചില്ല എന്നുള്ളതും അവരുടെ മാത്രം കുറ്റമല്ല, അത് BJPയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നു. 4, ഭരണവിരുദ്ധ തരംഗം എന്നുള്ളത് ഇതുവരെ ഒരു പ്രതിപക്ഷ കക്ഷികളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളോ മുന്നോട്ട് വെച്ചിട്ടില്ല എന്നതും BJPയുടെ നേട്ടമായി കാണുന്നു. 2, 4-ാമത്തെ കാര്യം, BJPയും മറ്റ് സഖ്യകക്ഷികളുമായിട്ടുള്ള ഒരു ഇഴപഴകിയ ഒരു പ്രവർത്തനം, അതും എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ അകാലിദളിൻ്റെ പ്രവർത്തനം പഞ്ചാബിലും അടക്കം ബീഹാറിലും എല്ലാം
ഞങ്ങൾക്ക് വളരെ ഗുണകരമായ നേട്ടം ചെയ്യും. പ്രത്യേകിച്ച് യു പിയിൽ ഞങ്ങളെ വിട്ടുപോയ നിഷാന്ത് പാർട്ടി അടക്കമുള്ള ആളുകളുടെ തിരിച്ചുവരവ്, അപ്നാദളിൻ്റെയുമായിട്ട് അവർക്ക് കഴിഞ്ഞ 5 വർഷമായി അവരുടെ ഭരണരംഗത്തൊന്നും ഒരു കമൻറ്റ് പോലും, എതിരഭിപ്രായം പോലും പറയാതെയുള്ള അവരുടെ ഏറ്റവും ദീർഘമായ ഒരു കാലയളവിലുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ RSP ഒരു ദളിത് പിന്നോക്ക പാർട്ടിയുടെ മഹാരാഷ്ട്രയിലുള്ള അവരുടെ പ്രവർത്തനം, ഇതെല്ലാം ചേരുമ്പോൾ BJPക്ക് പാൻ ഇന്ത്യയിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലടക്കം ഉള്ള പ്രവർത്തനം കേരളത്തിൽ ഞങ്ങൾ വളരെയേറെ മുന്നോട്ട് പോയി. ഒരു മുന്നണി സംവിധാനം എന്ന നിലയിൽ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ചെറിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള മുന്നണി സംവിധാനം എന്ന നിലയിൽ പോലും ഞങ്ങൾ മുന്നോട്ട് പോവുകയും ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ശക്തമായ ഒരു മുന്നേറ്റം വരാൻ സാധിച്ചു എന്നുള്ളത് BJPയുടെ ആത്മവിശ്വാസം വളരെയധികം കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2014 BJPക്ക് രാഷ്ട്രീയമായി ഒരു ഉദയം ചെയ്യാൻ അനുകൂലമായ എല്ലാ ഘടകങ്ങളും ഉണ്ടായിരുന്നിട്ടും ഒരു വലിയ മോദി തരംഗം വീശിയടിച്ചിട്ടും 31% വോട്ട് ഷെയറാണ് അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്. അതായത് അവർക്ക് വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് ചിതറിക്കിടക്കുന്ന ഒരു പ്രതിപക്ഷമായിരുന്നു എതിർചേരിയിൽ ഉണ്ടായിരുന്നത് എന്നതാണ് കാരണം. ആ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ BJPയെ താഴെ ഇറക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികളുമായി സഹകരിച്ച്, ആ ഐക്യനിരയോട് സഹകരിച്ച് പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് അധികാരത്തിലെത്താൻ വേണ്ടുന്ന ഗൃഹപാഠവും പ്രവർത്തനവും പിന്നാമ്പുറത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ടോ ആത്മപരിശോധന നടത്തുമ്പോൾ? അതോ അതിൽ പാളിച്ചകളും വീഴ്ചകളും ഉണ്ടായോ? ആദ്യം ശ്രീ BJPയുടെ പ്രതിനിധി ശിവശങ്കറിൻ്റെ അവകാശവാദങ്ങളെ സംബന്ധിച്ച് എൻ്റെ കമൻറ്റ് ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമായ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞു, അവർക്കൊരു പുതിയ മുന്നണിയെ, പുതിയ പാർട്ടിയെ ദേശീയ തലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊക്കെയാണ്. ഇതിപ്പോൾ നമുക്കറിയാം 89 മുതൽ 2 സീറ്റായിരുന്നു. അതിനുശേഷം ഇവിടുത്തെ ഇടതുപക്ഷം ഉൾപ്പെടെ പിന്തുണച്ച് അവരെ 87ലേക്ക് വന്നു. പിന്നെ പടിപടിയായി അവരതിലേക്ക് വന്നു. തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം കഴിഞ്ഞ 2014 നേരിടേണ്ടി വന്നു എന്നുള്ളത് വസ്തുതയുമാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. ആദ്യം ഞാൻ പറയാം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളത് ഈ 2014 എല്ലാം പരിചയപ്പെട്ടു, 15 പരാജയപ്പെട്ടു, 16 കേരളം ഉൾപ്പെടെ പരാജയപ്പെട്ടു, 17 വിജയത്തിനടുത്തെത്തി ഗുജറാത്തിൽ, 18 ആയപ്പോഴത്തേക്കും ഞങ്ങൾ 3 സ്റ്റേറ്റ് ഉൾപ്പെടെ പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു യഥാർത്ഥ ക്രിയാത്മകമായ പ്രതിപക്ഷ പാർട്ടിയാണ്. ഞങ്ങൾ അധികാരത്തിലേക്ക് തിരിച്ചുവരവിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് ഞങ്ങൾ പടിയായി ഞങ്ങളുടെ കെട്ടുറപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് വന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഈ BJP പറഞ്ഞു വെക്കുന്നത് അവരുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ മുഖവും അതേ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എന്താ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയൊക്കെ നിങ്ങൾ മിസ്യൂസ് ചെയ്യുകയായിരുന്നു. നിങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിങ്ങൾ ഈ മോദിക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഇമേജൊക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ വെച്ചാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അദ്ദേഹം ഈ അവസാനം നടത്തിയിട്ടുള്ള തള്ളുകളൊക്കെ നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ ആർക്കും മനസ്സിലാകാൻ കഴിയാത്ത അദ്ദേഹത്തിൻ്റെ വിവരക്കേടുകൾ അദ്ദേഹം ഇവിടെ വിളമ്പിയത് നമ്മൾ കണ്ടതല്ലേ. നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തതാണ്. അതൊക്കെ ശ്രീ ശിവശങ്കർ സമ്മതിച്ചാലും ഇല്ലെങ്കിലും പൊതുജനങ്ങൾ അങ്ങനെ അത് കണ്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം മാന്യനാണ്, മഹാനാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ സോഷ്യൽ മീഡിയ, നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തെ ബൂം ചെയ്ത് കാണിച്ചു എന്നതിനപ്പുറമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഒരു ഭാഗത്ത്. 2, നിങ്ങൾക്ക് രാഷ്ട്രീയമായ മുഖം ഉണ്ടാക്കി എന്നുള്ളതിന് നിങ്ങൾ ദുരുപയോഗം ചെയ്തു സോഷ്യൽ മീഡിയ ഉൾപ്പെടെ നിങ്ങളത് വിജയിച്ചു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒരു ഭാഗത്ത്. 2, നിങ്ങളുടെ മുന്നണി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുവെന്നും അത് രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുവെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് സഖ്യകക്ഷികളും തമ്മിൽ നല്ല പൊരുത്തത്തിലാണെന്നൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്ന ശിവസേന കഴിഞ്ഞ 5 വർഷവും ശിവസേന എത്ര ദിവസം നിങ്ങൾക്ക് അനുകൂലമായി സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പായപ്പോൾ അവരുടെ കാലെ പിടിച്ചാലും കയ്യെ പിടിച്ചാലും നിങ്ങൾ അവരെ നിങ്ങളുടെ കൂടെ കൊണ്ടുവന്നു എന്നുള്ള വസ്തുതയാണ്. പക്ഷേ ആ ശിവസേന കഴിഞ്ഞ 5 വർഷവും മുന്നണിയിലെ ഘടകകക്ഷി എന്നതിൽ നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, അവരെങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത് എന്ന് നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ മനസ്സിലാവും. ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഭാഗത്തേക്ക്, അതായത് മറുഭാഗത്ത് ഈ പ്രതിപക്ഷ കക്ഷികളെ ഒന്നിച്ചു നിർത്താൻ പാകത്തിൽ കോൺഗ്രസിന് ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇത് പറഞ്ഞാലല്ലേ അതിന് പരസ്പര പൂരങ്ങളല്ലേ ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സഖ്യകക്ഷികളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം ഒരു ഘട്ടത്തിലും വിജയകരമായിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പലരെയും കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വാതിലുകൾ മലക്കെ തുറന്നിരിക്കുന്നത് നിങ്ങൾ വീണ്ടും അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വിജയത്തെ സംബന്ധിച്ച് സംശയമുള്ളതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞത് നോട്ട് നിരോധനവും GSTയും അതൊക്കെ ജനങ്ങൾക്കറിയാം.
ഒരു സംശയവും വേണ്ട ശ്രീ ശിവശങ്കർ, ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്താൻ കഴിവുള്ളവരാണ്. അവരെ മണ്ടരായി നിങ്ങൾ കണക്കാക്കരുത്. ഈ നോട്ട് നിരോധനമായാലും GST ആയാലും റഫേൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ കാര്യമാണ്. അത് ജനങ്ങൾ വിധിയെഴുത്തിൽ നിങ്ങളെ ബോധ്യപ്പെടുത്തും എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഭരണവിരുദ്ധ വികാരത്തിന് ഇതൊക്കെ മതി. ഇതിനകത്ത് എല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ഈ നിങ്ങൾ 15 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നത് എല്ലാം നമ്മൾ ഒത്തിരി ചർച്ച ചെയ്താണ്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഒരു സേഫ് സോണിലല്ല എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഗോപികൃഷ്ണൻ ചോദിച്ച ചോദ്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ച് UPAയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും മത്സരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഒരു സർക്കാർ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് അതിന് കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനി കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഇപ്പോൾ പ്രതിപക്ഷത്ത്, അതായത് NDA മുന്നണിയില്ലാത്ത മുഴുവൻ ആളുകളുടെയും ലക്ഷ്യം ഒന്ന് മാത്രമാണ്. അതിനകത്ത് അത് ആദ്യത്തെ ലക്ഷ്യം BJP ഇതര ഗവൺമെൻറ് എന്നുള്ളത് തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അതിനെ പ്രതിപക്ഷത്തുള്ള മഹാഗഡ്ബന്ധൻ്റെ ഭാഗമായിരിക്കുന്നവരായാലും UPയുടെ ഭാഗമായിരിക്കുന്നവരായാലും എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതിൽ ആര് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് അത് നമ്പർ ഗെയിമാണ്. സ്വാഭാവികമായി ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ കൂടി ആശ്രയിച്ചിരിക്കുന്ന വിഷയങ്ങളാണ്. തീർച്ചയായും BJPക്ക് എതിരായുള്ള പ്രതിപക്ഷത്തിൻ്റെ കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് തെരഞ്ഞെടുപ്പിൽ പ്രീപോൾ അലയൻസിൽ എത്രത്തോളമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, എത്രത്തോളമൊക്കെ ഗുണകരമായി അത് നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അതിനേക്കാൾ കൂടുതൽ പോസ്റ്റ് പോൾ അലയൻസിൽ അത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഗോപികൃഷ്ണൻ. തീർച്ചയായും BJPയെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ വേണ്ടി ഈ പ്രതിപക്ഷ കക്ഷികൾ യോജിക്കേണ്ട രീതിയിലെല്ലാം യോജിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ശ്രീ MB ഗോവിന്ദൻ, നമുക്ക് ഈ ചർച്ചയുടെ മറ്റു ഭാഗങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് ആദ്യം പാനലിസ്റ്റുകൾ അവരുടെ അഭിപ്രായം അറിയിക്കട്ടെ. ശ്രീ MB ഗോവിന്ദൻ, ഇവിടെ ശ്രീ ശിവശങ്കരൻ അവകാശപ്പെട്ടു വളരെ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം BJPക്ക് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട് എന്ന്. 2014 കൂടുതൽ, കാരണം അതിൻ്റെ ഓർഗനൈസേഷണൽ കപ്പാസിറ്റിയൊക്കെ കുറേ കൂടി ഉപയോഗിക്കാനും ഫലപ്രദമായി വിനിയോഗിക്കാനും ആ പാർട്ടിക്ക് സാധിച്ചു എന്ന അവകാശവാദമാണുള്ളത്. പക്ഷേ വസ്തുതാപരമായി നോക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നു. ഒരു കർഷകരുടെ പ്രശ്നത്തിൽ എന്താണ് നിലപാട്, GST നടപ്പാക്കിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, നോട്ട് നിരോധനം ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധികൾ, ഇത്തരം വിഷയങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി പൂർണ്ണമായി ഇല്ല എന്നൊന്നും ഒരു ഘട്ടത്തിലും നമുക്ക് പറയാൻ കഴിയില്ല. അതിനോട് ചേർത്ത് വെച്ച് പറയുമ്പോൾ ഈ BJPക്ക് അനുകൂലമായി അവർ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം 2014 കണക്കുകൾ നോക്കുമ്പോൾ 31% അവരുടെ വിജയത്തെ സഹായിച്ച, അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞ വോട്ട് ഷെയർ. പക്ഷേ വിജയത്തെ സഹായിച്ചത് പ്രതിപക്ഷത്തിന് ഒരു ഐക്യമുണ്ടായത്, അത് ചിതറിക്കിടക്കുന്നു എന്നതാണ്. ആ സാഹചര്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയായിരിക്കില്ലേ BJP ഇപ്പോഴും നിൽക്കുന്നത്? ആ സാഹചര്യത്തെ മാറ്റാൻ പാകത്തിൽ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ? ഇവിടെ BJPക്കാർ ഇപ്പോൾ ആത്മവിശ്വാസത്തോടു കൂടി 300 സീറ്റ് കിട്ടുമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ BJPയുടെ അധ്യക്ഷനും ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. ശിവശങ്കരനും ഇപ്പോൾ അത് ആവർത്തിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവർക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നതാണ് കഴിഞ്ഞ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട്. ഇപ്രാവശ്യം ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടില്ല, NDA കൂടിച്ചേർന്നാലും ഭൂരിപക്ഷം കിട്ടില്ല. ഇവർക്ക് 31% വോട്ടിൻ്റെ പിന്തുണയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോഴാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതി പാർലമെൻറ്റിലെങ്കിലും വന്നത്. ഇപ്രാവശ്യം ആ 31 എന്നുള്ളത് ചുരുങ്ങിയിട്ട് ഒരു 20-25% താഴ്ന്നിട്ടുണ്ടാവും. കാരണം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഗവൺമെൻറ്റുകൾ അവസാനിച്ചു. ഉപതെരഞ്ഞെടുപ്പുകൾ 10-11 ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ബീഹാറിലും UPയിലും ഉൾപ്പെടെ 3 ലക്ഷം വോട്ടിനൊക്കെ ജയിച്ചിരുന്ന മണ്ഡലങ്ങളിൽ അവർ പ്രതിപക്ഷ ഐക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മത്സരിച്ചപ്പോൾ 60,000-70,000 വോട്ടുകൾക്ക് തോൽക്കുന്ന അവസ്ഥയും വന്നു ചേർന്നിട്ടുണ്ട്. BJPയുടെ വോട്ട് ഷെയർ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സങ്കുചിത ദേശീയവാദവും രാഷ്ട്രീയമായ ഉപകരണം എന്ന രീതിയിൽ രാജ്യരക്ഷയുടെ പ്രശ്നമെല്ലാം ഉയർത്തിയിട്ടുണ്ടെങ്കിലും അവസാനമാകുമ്പോൾ അതൊക്കെ തകർന്ന് തരിപ്പണായി. അതൊന്നും അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന നിലയിലല്ല കാര്യങ്ങൾ നീങ്ങിയത്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഒരു കാര്യവും 15 ലക്ഷം രൂപ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് അയക്കുന്നവരുടെ അയച്ചിട്ടില്ല. അതുപോലെ തന്നെ 2 കോടി ചെറുപ്പക്കാർക്ക് വർഷാവർഷം തൊഴിൽ കൊടുക്കുന്നവരോട് കൊടുത്തിട്ടില്ല. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില. അവർ ചെലവഴിച്ചതിൻ്റെ 1.5 ഇരട്ടി, ഏതാണ്ട് 1/2 ഇരട്ടി കൂടി ചേർത്തുകൊണ്ട് 1.5 ഇരട്ടി 150% താങ്ങുവില നിശ്ചയിക്കുമെന്നുള്ളത് ഒന്നും നിർവഹിച്ചിട്ടില്ല. ജനങ്ങളെ പൂർണ്ണമായിട്ടും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിട്ട് ജനങ്ങൾക്കെതിരായിട്ട് നീങ്ങിയ ഒരു ഗവൺമെൻറ്റാണ്. അതാണ് നോട്ട് നിരോധനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായത്, അതാണ് GSTയുടെ ഭാഗമായിട്ടുള്ളത്. എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും യഥാർത്ഥത്തിൽ
സ്വകാര്യ സൈന്യത്തിൻ്റെ പിടിയിൽ അമർത്തിയിരിക്കുകയാണ്. സ്വകാര്യ സൈന്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് RSS ആണ്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും അതുപോലെ തന്നെ UGC ആയാലും ഏത് സംവിധാനത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും CBI ഉൾപ്പെടെ എല്ലാറ്റിനെയും ഇപ്പോൾ ഈ വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകർത്ത് ഫാസിസത്തിലേക്ക് ഈ രാജ്യത്തെ നീക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്ന രീതിയിൽ BJP നടത്തിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേലെയുള്ള കയ്യേറ്റം, ആ കയ്യേറ്റത്തിൻ്റെ പ്രകട ഉദാഹരണമാണ് ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള ആക്ഷേപത്തിന് ഇരയാക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ. ഇലക്ഷൻ കമ്മീഷനിൽ പെട്ടവർ തന്നെ ശക്തിയായിട്ട് വിയോജിക്കുന്ന കാര്യങ്ങൾ, ചിലർക്കെങ്കിലും അങ്ങനെ വിയോജിക്കാൻ തോന്നുന്നു എന്ന് പറയുമ്പോൾ നേതൃത്വപരമായ പങ്കുവഹിക്കാൻ തീരുമാനിക്കപ്പെട്ടവരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ RSSൻ്റെ അല്ലെങ്കിൽ സ്വകാര്യ സൈന്യത്തിൻ്റെ തണലിലാണ്, അവരുടെ നിയന്ത്രണത്തിലാണ്. ഇങ്ങനെ RSSും BJPയും സംഘപരിവാർ വിഭാഗവും നയിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് നല്ലതുപോലെ കച്ച കെട്ടി ഇറങ്ങി പുറപ്പെട്ട ഈ BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണമെന്നുള്ളത് ഇന്ത്യൻ ജനതയുടെ, ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെയുള്ള ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്, ആഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും അതായത് 2014 BJPക്ക് അനുകൂലമായി തീർന്ന ഈ പ്രതിപക്ഷ ഐക്യമില്ലായ്മ, അതിൽ ഒരു മാറ്റം വരുത്തി BJPയെ താഴെ ഇറക്കാൻ, ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിൽ എന്തെങ്കിലും പങ്കുവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ നിലപാട് ആ അർത്ഥത്തിൽ സ്വാഗതാർഹമാണ്. ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞു, ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ചൊന്നും ആശങ്കപ്പെടേണ്ടതില്ല, തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ വേണ്ട സഹകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് BJP ഞങ്ങൾ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുമെന്ന്. അത്തരം ശുഭസൂചന ലഭിക്കാവുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അല്ല, BJPക്ക് ബദലായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടി എന്ന രീതിയിൽ ഉത്തരവാദിത്തപരമായ കടമ നിർവഹിക്കാൻ കോൺഗ്രസിനായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. BJP വിരുദ്ധ വിഭാഗത്തെ മുഴുവൻ യോജിപ്പിക്കുന്ന കാര്യത്തിൽ, അവരെ സഹകരിപ്പിക്കുന്ന കാര്യത്തിൽ, UPA എന്ന രീതിയിൽ മുമ്പോട്ടേക്ക് പോകുന്ന കാര്യത്തിലൊക്കെ കോൺഗ്രസ് വലിയ വീഴ്ചയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ ശക്തികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് സ്വാധീനമുള്ളൂ. ഞങ്ങൾക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും BJPക്ക് ഒരു സീറ്റും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചരിത്രപരമായിട്ട് നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങൾ ആ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞങ്ങൾ കാണുകയാണ്. എന്നാൽ കോൺഗ്രസ്സിന് BJPക്ക് ബദലാണ് കോൺഗ്രസ് എന്നിപ്പോൾ പറയാൻ സാധിക്കില്ല. കോൺഗ്രസ്സിന് ഒരു 100 സീറ്റിൽ കുറവായ സീറ്റ് മാത്രമേ ഈ പ്രാവശ്യം കിട്ടുള്ളൂ. എന്നാൽ കോൺഗ്രസിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് BJP വിരുദ്ധ ഗവൺമെൻറ് ഉണ്ടാക്കാനാവില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്നത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ BJPയെ എതിർക്കണം, BJPയെ താഴെ ഇറക്കണമെന്ന് കാണുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ചേർത്തുകൊണ്ട് ഒരു ബദൽ ഗവൺമെൻറ്, ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ളൊരു ഗവൺമെൻറ് ഇന്ത്യയിൽ രൂപം കൊള്ളണം. അതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വളരെ പ്രധാനമാണ്. ഒന്നാം UPA പോലെ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടു വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ശിവശങ്കരൻ പറഞ്ഞു ഭരണവിരുദ്ധ വികാരം ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ. BJPയുടെ സംഘടനാ സംവിധാനങ്ങളെ കുറ്റമറ്റ രീതിയിൽ പൂർണ്ണമായി വിനിയോഗിക്കാൻ സാധിച്ചു. പിന്നെ ഒരു പാൻ ഇന്ത്യൻ എഫക്റ്റ്, അതായത് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കടന്നു കയറാൻ കഴിയുന്ന തരത്തിൽ ഒരു മുന്നേറ്റം BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അതുകൊണ്ട് ശക്തമായി തിരിച്ചു വരാൻ BJPക്ക് കഴിയുന്നു, അതിനുള്ള ആത്മവിശ്വാസമുണ്ട് എന്നാണ് ശിവശങ്കരൻ പറയുന്നത്. ഇവിടെ നേരത്തെ ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതുപോലെ BJPയുടെ യഥാർത്ഥ ബദൽ ആരാണ് എന്ന ചോദ്യത്തിൽ തട്ടിത്തടഞ്ഞു വീഴുമോ ഇന്ത്യയുടെ ജനവിധി? താങ്കൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ദേശീയ തെരഞ്ഞെടുപ്പ് രംഗത്തെ താങ്കൾ വിലയിരുത്തുന്നത്? ഇവിടെ ശിവശങ്കരൻ അവകാശപ്പെട്ടതുപോലെ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് താങ്കൾ വിലയിരുത്തുമോ? ഗോപികൃഷ്ണൻ, ബഹുമാനപ്പെട്ട ശിവശങ്കരൻ പറഞ്ഞ അവകാശവാദങ്ങൾ ശരിയാണ് എന്ന് സമ്മതിക്കാം. അത് സാമാന്യേന സമ്മതിക്കാം എന്ന് പറയുന്നതിന് കാരണം BJP ദേശീയ പാർട്ടി എന്ന നിലയിൽ 5 വർഷത്തെ ഭരണം കൊണ്ട് രാഷ്ട്രീയമായി അവർ വലിയ ഒരു ഉറപ്പുള്ള പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അവരെ പിന്തുണയ്ക്കാൻ RSS പോലെയുള്ള ഒരു മഹാസംഘടനയുണ്ട്. അവർക്ക് രാഷ്ട്രീയമില്ലെന്നാണ് പറയുന്നത്. അവർക്ക് രാഷ്ട്രീയം വേണ്ട. രാഷ്ട്രീയമില്ലാത്ത RSS എന്ന സംഘടന രാഷ്ട്രീയ പാർട്ടിയായ BJPയെ
പിന്തുണയ്ക്കുന്നു എന്ന വസ്തുത നോക്കണം. അങ്ങനെ വേറൊരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ ഒരു പിന്തുണ അവകാശപ്പെടാനില്ല. അങ്ങനെ ഒരു പോഷക സംഘടനയില്ല. RSSൻ്റെ ജോലി, RSS ഇങ്ങനെ നിരന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ. അവർക്ക് എവിടെയും കയറി ചെല്ലാം, എവിടെയും പ്രചാരണം നടത്താം. അപ്പോൾ BJPക്ക് ശക്തമായ ഒരു പ്രചരണത്തിനുള്ള ടൂൾ ആയി മാറിയിരിക്കുന്നു RSS. ആ RSSൻ്റെ മണി പവർ, മസിൽ പവർ എല്ലാം പ്രചരണ രംഗത്തുണ്ടായിരുന്നു. BJP തീർച്ചയായിട്ടും ഭരണവിരുദ്ധ തരംഗം ഉണ്ടായില്ല എന്ന് ബഹുമാനപ്പെട്ട ശിവശങ്കരൻ പറയുന്നു. അങ്ങനെ ഒരു വിരുദ്ധ തരംഗം ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് BJP ഭരണ നേട്ടങ്ങൾ രംഗത്തിറക്കിയില്ല? ഭരണ നേട്ടങ്ങൾ ആയുധമാക്കിയില്ല? എന്തുകൊണ്ട് അമ്പലവും ആരാധനയും വിശ്വാസവുമൊക്കെ ഒരു പ്രചാരണ ആയുധങ്ങളായിട്ടെടുത്തു? കേരളത്തിൽ പോലും BJP ആശ്രയിച്ചത് വിശ്വാസത്തെയല്ലേ? കേരളത്തിൽ ശബരിമലയായിരുന്നില്ലേ BJPയുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിഷയം? ശബരിമല ഇല്ലായിരുന്നുവെങ്കിൽ BJP കേരളത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? ഏത് വിഷയം മുന്നോട്ട് കൊണ്ടുവെക്കുമായിരുന്നു? ഇത്യാദി കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരു ഭരണം, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ഭരണത്തിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലല്ല, ഉത്തരേന്ത്യ, പാവപ്പെട്ടവർ, ദരിദ്ര നാരായണന്മാർ താമസിക്കുന്ന ഉത്തരേന്ത്യയിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അവർക്ക് പട്ടിണിയിൽ നിന്നുള്ള മോചനം. 3 നേരത്തെ ആഹാരം വേണ്ട, ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കാനുള്ള വക കിട്ടണം. സാമാന്യം ഒരുവിധം ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം. ജോലികൾ ഉണ്ടാവണം. ജോലികൾ ഉണ്ടാക്കിയോ നരേന്ദ്രമോദി? അതേപോലെ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യം, വിദ്യാഭ്യാസം ലഭ്യമാക്കാനുള്ള സാഹചര്യം ഉത്തരേന്ത്യയിൽ ഇതൊക്കെ വളർന്നുവോ? അതൊക്കെ വളർന്നുവെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാം. ഞാൻ വിധി വരുന്നത് വരെ കാത്തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കാരണം 23-ാം തീയതി നമുക്ക് ഏതായാലും അന്തിമമായ ഒരു ചർച്ചയിലേക്ക് കടക്കാം. അതിൽ പ്രധാനപ്പെട്ട കാര്യം താങ്കൾ പറഞ്ഞതുപോലെ ഈ 2014 അധികാരത്തിൽ വരാൻ നേരത്ത് BJP മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം അത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം രൂപപ്പെടുത്താൻ പോകുന്നു എന്നാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ 2019 നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഏതാണ്ട് 70% BJP അല്ലെങ്കിൽ NDAക്ക് അവരുടെ സീറ്റ് സമാഹരിക്കാൻ കഴിഞ്ഞത് ഈ സംസ്ഥാനങ്ങളിലാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ദരിദ്ര നാരായണന്മാർ ഉള്ള സംസ്ഥാനങ്ങൾ, അവിടെ ഈ പറയുന്ന ഒരു BJP മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ വികസനം സംബന്ധിച്ച കാഴ്ചപ്പാട്, കാർഷിക മേഖലയിൽ അവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികൾ, താങ്കൾ പറഞ്ഞതുപോലെ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന പുതിയ തൊഴിലവസരങ്ങളുടെ കാര്യം, ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഈ സർക്കാരിനെ അതിൻ്റെ നേട്ടങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പ്രകടനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വിലയിരുത്തിക്കൊണ്ടായിരിക്കുമോ ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അവരുടെ ജനവിധി രേഖപ്പെടുത്തുക? അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം. അതല്ല ഈ പറഞ്ഞതുപോലെ പ്രചാരണ വിഷയങ്ങൾ മാറി മാറി വർഗീയ പ്രശ്നങ്ങളെല്ലാം പ്രചാരണ വിഷയമാക്കിയപ്പോൾ അതിലെല്ലാം വീണു പോകുന്ന ഒരു ജനതയായി ഇവർ മാറുമോ? അതിൻ്റെ എല്ലാ ഉത്തരം ചുരുക്കി പറയാം. വളരെ ശക്തിയോടുകൂടി വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് 2014 നരേന്ദ്രമോദിയും BJPയും NDAയും അധികാരത്തിൽ വന്നത് എങ്കിൽ 2019 പ്രചാരണത്തിനിറങ്ങിയ നരേന്ദ്രമോദി അത്ര കണ്ട് ശക്തനായിരുന്നില്ല. നമുക്ക് ഈ കഴിഞ്ഞ ദിവസം പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ പോലും അല്പം ദൗർബല്യം ബാധിച്ച, ബലഹീനത ബാധിച്ച ഒരു പ്രധാനമന്ത്രിയല്ലേ കണ്ടത്. രണ്ടാമത്തെ കാര്യം, ഒരു മോദി മാജിക് എവിടെയാണ് കണ്ടത്? എനിക്ക് തോന്നുന്നില്ല എവിടെയെങ്കിലും ഒരു മോദി മാജിക്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്, നരേന്ദ്രമോദിക്ക് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക്, പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, ജനങ്ങളെ ആകർഷിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിശക്തമായ ഹിന്ദി വാഗ്ധോരണി കൊണ്ട് ജനങ്ങളെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട്. പക്ഷേ അതിലെത്ര കണ്ട് പുരോഗമനം, എത്ര കണ്ട് പുരോഗതിയെക്കുറിച്ചുള്ള വർത്തമാനമുണ്ടായി? രാജ്യത്തെ വികസനത്തിന് വേണ്ടി എന്ത് മുദ്രാവാക്യം അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ചു? ശരി, ഞാൻ ശിവശങ്കരന് മറുപടി പറയാനുള്ള അവസരമാണ്. ഒന്നാമത്തെ കാര്യം, വികസനമാണ്, ഈ സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും BJPക്ക് അല്ലെങ്കിൽ മോദിക്ക് അധികാരം നേടിക്കൊടുക്കുന്നതിന് കാരണമായി പറയുന്നതെങ്കിൽ എത്ര ഇടങ്ങളിൽ, എത്ര പ്രചാരണ യോഗങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് ചോദിക്കാൻ കഴിഞ്ഞു? കർഷകരുടെ പ്രശ്നങ്ങൾ ഏത് നിലയ്ക്കാണ് അത് പര്യവസാനിച്ചതെന്ന് നമ്മൾ കണ്ടു. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ ഇന്ത്യ ഇന്ന്
ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക്, അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് ഇന്ത്യ കടന്നു എന്നതിൻ്റെ രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, വികസനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ BJP 2014 BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് പ്രചാരണ വിഷയമാക്കാൻ കഴിഞ്ഞു എന്നത്. 2, നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ അമിത്ഷായ്ക്കൊപ്പം പ്രധാനമന്ത്രി പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ ഒരു പരാജയ ഭീതി നേരിടുന്ന പ്രധാനമന്ത്രിയുടേതായിരുന്നു എന്ന വിലയിരുത്തലുകളുണ്ട്. ഇന്ന് അദ്ദേഹം കേദാർനാഥിലെ ഒരു ഗുഹയിൽ ധ്യാനനിമഗ്നനായിരിക്കുകയാണ്. അദ്ദേഹം ഗൃഹസ്ഥാശ്രമം വിട്ട് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നു എന്ന ചില സൂചനകൾ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നവരുമൊക്കെയുണ്ട്. ഇത്ര വലിയ അമിത ആത്മവിശ്വാസം BJPക്കുണ്ടെങ്കിൽ ഇതൊന്നുമല്ലല്ലോ ആ ക്യാമ്പിൽ നിന്ന് പുറത്തു വരേണ്ടത്. ഗോപികൃഷ്ണനും ജേക്കബ് ജോർജും പറയുന്നത് പോലെ ക്യാമ്പയിൻ നടത്തേണ്ട ഒരു നിർഭാഗ്യമോ ഭാഗ്യമോ BJP സർക്കാരിനില്ല. ഒന്ന്, യു സീ വാട്ട് യു വാണ്ട് ടു സീ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. നരേന്ദ്രമോദിയുടെ മുഖവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഒരു തോൽവിയുടേതാണ്, ഒരു ഭയന്ന ആളുടേതാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ള അവകാശം ശ്രീ ജേക്കബ് ജോർജിനുള്ളതുപോലെ തന്നെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹം നടത്തിയ 140-50 അടുത്തുള്ള വലിയ യാത്രകളും വലിയ റോഡ് ഷോസും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒരു 1-2 മാസമായി അദ്ദേഹം നടത്തിയ ഇത്രയേറെ വലിയ പൊതുയോഗങ്ങൾ നടത്തിയ ഒരു വ്യക്തിയുടെ ശാരീരിക ക്ഷീണം പോലും പരിഗണിക്കാതെ അദ്ദേഹത്തിൻ്റെ മുഖഭാവം അളക്കെടുക്കുവാനുള്ള ശ്രീ ജേക്കബ് ജോർജിൻ്റെ കഴിവ് ഞാൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു. അത് ശരിയാണെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. 1. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ തരംഗം അത് പലരും സൂചിപ്പിച്ചതുപോലെ ഇത് റാഫേലിൻ്റെ വിഷയത്തിലായാലും മറ്റ് നോട്ട് നിരോധനത്തിൻ്റെ കാര്യമായാലും GSTയുടെ കാര്യത്തിലായാലും ആ 2 കാര്യത്തിൽ അതിനു മുമ്പ് നടന്ന പല സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിലും ഞങ്ങൾ അത് ഓവർകം ചെയ്തിട്ടുള്ളതാണ്. ഈ റാഫേലിൻ്റെ വിഷയത്തിലാണെങ്കിൽ ചിന്തിക്കുന്ന ആളുകൾക്കറിയാം അത് കോടതിയിലോ പാർലമെൻറ്റിലോ തെളിയിക്കാൻ പറ്റാതെ കോടതിയുടെ തന്നെ പരിഹാസവും ശാസനയും ഏറ്റുവാങ്ങി അവിടെ ഏത്തമിട്ട് നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവാണ് നമുക്ക് മുന്നിലുള്ളത്. ഇടപാടിൽ പിന്നീട് പുറത്തു വന്ന പല രേഖകളും പരിഗണിക്കപ്പെടാവുന്നതാണ് എന്ന് കോടതി അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ശ്രീ ശിവശങ്കരൻ, താങ്കൾ അത് മറന്നു പോകരുത്. റഫാൽ ഇടപാടിൽ ദ ഹിന്ദു ദിനപത്രം പുറത്തുവിട്ട രേഖകൾ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തുറന്ന സംവാദത്തിന്റെ സാധ്യതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ ഒരു പൊതു സംവാദത്തിന് ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന്. ഞാൻ ഗോപികൃഷ്ണൻ്റെ ഈ തീവ്രമായ നിലപാടിനെ ഞാൻ അംഗീകരിക്കുന്നു. എന്നെ തിരുത്തിക്കോളൂ, ഞാനത് തെറ്റാണ് പറഞ്ഞതെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നമ്മൾ പലവഴി ചർച്ച ചെയ്തതാണ്. പക്ഷേ താങ്കളുടെ ഈ ആത്മാർത്ഥത കോൺഗ്രസ് നേതാക്കൾ പറയുമ്പോൾ അദ്ദേഹം മോദിയാണ് നുണ പറയുന്നത്, കോൺഗ്രസ് നേതാവ് നുണ പറഞ്ഞില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ അവസാനത്തെ ട്വീറ്റ് നോക്കൂ. 2 ദിവസം മുമ്പ് മോദി ലൈസ് എന്നുള്ള വാക്ക് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ വന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ട്വീറ്റ് ചെയ്തില്ലേ? അത് തെറ്റാണെന്ന് പറഞ്ഞ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി തന്നെ ട്വീറ്റ് ചെയ്തില്ലേ? എന്തുകൊണ്ട് നുണകൾ പറയുമ്പോൾ താങ്കളുടെ നേതാവ് നുണ പറഞ്ഞല്ലോ എന്ന് തിരുത്തുവാൻ ഗോപികൃഷ്ണന് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. ആ മാന്യത ഗോപികൃഷ്ണൻ കാണിക്കുന്നില്ല. അത് ശരിയല്ലല്ലോ. താങ്കളൊരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നല്ലേ ഞാൻ വിശേഷിപ്പിക്കേണ്ടത്? അപ്പോൾ അത് പാടുണ്ടോ? അങ്ങനെ എത്തരത്തിലുള്ള നുണകളാണ് ഞാൻ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടത്? റഫേൽ വിഷയത്തിൻ്റെ കാര്യത്തിൽ എത്രയാണ് യഥാർത്ഥ അഴിമതി എന്ന് അദ്ദേഹം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വസ്തുതാപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ താങ്കൾക്ക് സമയം അനുവദിക്കുക എന്നതാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ മാന്യത. അത് ഞാൻ കാണിക്കുന്നുണ്ട്. നന്ദി. പക്ഷേ താങ്കൾ എന്നെ തിരുത്തുമ്പോൾ ശ്രീ ചാമക്കാലയെ പറയുന്ന തെറ്റ് അങ്ങ് ഇടവെച്ച് തിരുത്തിയില്ല. അദ്ദേഹത്തിന് നിരന്തരമായി ഫ്ലോയ്ക്കുള്ള സ്വാധീനം അങ്ങ് നൽകിയിരുന്നു എന്നുള്ളത് മാത്രമേ എൻ്റെ താങ്കളെ ഞാൻ തുടക്കത്തിൽ തിരുത്തിയില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ, തിരുത്തേണ്ടടുത്ത് ഞാൻ ഇടപെടും. ഞാൻ പിൻവാങ്ങുന്നു. ഞാൻ എൻ്റെ മാന്യത പിൻവാങ്ങുന്നു. 2, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരന്തരം ആരോപിക്കുന്ന ഒരു കാര്യമാണ് BJPക്ക് 31% വോട്ട് ഷെയർ ഉണ്ടായിരുന്നെന്ന്. എന്നാണ് LDFന് 50% കൂടുതൽ വോട്ട് ഈ കേരളത്തിലെങ്കിലും കിട്ടിയിട്ടുള്ളത്? ത്രിപുരയിൽ പോലും അവർക്ക് കിട്ടിയിട്ടില്ല. നെഹ്റുവിൻ്റെ കാലത്ത് പോലും 50% കൂടുതൽ വോട്ട് ഒരു കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയിട്ടില്ല. എന്നാലും അവർ പറയും 31% വോട്ട് മാത്രമാണ് BJP കിട്ടിയുള്ളത്, ബാക്കി മുഴുവൻ 70% പ്രതിപക്ഷത്താണ്. അങ്ങനെ ചിതറി
ചിതറിക്കിടക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നേട്ടം കൊണ്ടാണ് BJP അധികാരത്തിൽ കയറിയത്. ജനാധിപത്യത്തിൻ്റെ തെറ്റോ ശരിയായ ഒരു മാർഗം ഇതാണ്. CPM-ഉം LDF-ഉം കോൺഗ്രസും എല്ലാം അധികാരത്തിൽ വന്നത് 40-50% വോട്ട് ഷെയർ കൊണ്ടാണ്. രാജീവ് ഗാന്ധി മാത്രമാണ് 44-ലെങ്കിലും ഒന്ന് എത്തിച്ചേർന്നത്. നെഹ്റു പോലും എത്തിയിട്ടില്ല 47% മുകളിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റായ വാദമുഖങ്ങൾ ഇങ്ങനെ ഡാറ്റയുടെ കണക്കുകളുടെ പിൻബലമില്ലാതെ മുന്നിലേക്ക് വെക്കുന്നത് ശരിയല്ല, പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു ചാനൽ ചർച്ചയുടെ ഇടയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് LDF-നോ BJP-ക്കോ കോൺഗ്രസിനോ തിരഞ്ഞെടുപ്പിൽ അവർ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട് കാണുന്നത് അവരുടെ മുന്നിലുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്, അദ്ദേഹത്തിന് ഇവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ ചിന്താസരണി എത്തിക്കുവാനുള്ള എത്രത്തോളം കഴിവുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ജനങ്ങളെ ആകർഷിക്കുന്ന ക്രൗഡ് പുള്ളറായ നേതാവ് നരേന്ദ്രമോദി തന്നെയാണ്. ഒരുപക്ഷെ വെസ്റ്റ് ബംഗാളിലടക്കം അന്ന് ജ്യോതി ബസുവിന് പോലും കിട്ടാത്തത്ര വലിയ സ്വാധീനം വെസ്റ്റ് ബംഗാളിൽ ഇന്ന് കിട്ടുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഒരുപക്ഷെ 2 MP-മാരുള്ള ആ സംസ്ഥാനത്ത് പോലും BJP വളരെ ശക്തമായി വേരുറപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി സ്വതന്ത്ര ഒരു കാര്യം കൂടി ശ്രീ ശിവശങ്കരൻ, ഇവിടെയും എനിക്ക് ഇടപെട്ട് ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം നരേന്ദ്രമോദി ഈ വരുന്ന ദിവസങ്ങളിൽ RSS ആസ്ഥാനത്ത് ചെന്ന് അദ്ദേഹം മോഹൻ ഭാഗവതിനെ കാണാൻ പോകുന്നു എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് BJP-ക്ക് ഇത്തവണ അതിൻ്റെ പ്രകടനം മോശമായി കഴിഞ്ഞാൽ അതിൻ്റെ നേതൃസ്ഥാനത്ത് നിന്ന് അതിൻ്റെ കപ്പിത്താനായ നരേന്ദ്രമോദിയെ മാറ്റാനിടയുണ്ടെന്നും RSS-നേറെ താല്പര്യമുള്ള നിതിൻ ഗഡ്കരി ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന ആശങ്ക പ്രധാനമന്ത്രി ഈ ദിവസങ്ങളിൽ അലട്ടുന്നുണ്ടെന്നുമാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ 5 വർഷക്കാലം കാണിക്കാത്ത തരത്തിൽ RSS ആസ്ഥാനത്ത് ചെന്ന് മോഹൻ ഭാഗവതുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ ആലോചിക്കുന്നുവെന്നാണ്. പിന്നെ നിതിൻ ഗഡ്കരി തന്നെ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് BJP ഒരു ആശയമാണ്, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖമോ നേതാവിൻ്റെ ധാർഷ്ട്യമോ ഒന്നുമല്ല എന്ന് നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിലൊരു ആശങ്ക നിങ്ങൾക്കുണ്ടോ എന്നതാണ്, പ്രധാനമന്ത്രിക്കുണ്ടോ എന്നതാണ്. അത് ആശങ്കയല്ല, അത് സത്യത്തിൽ BJP-യുടെ എതിരാളികൾക്ക് ഒരു നല്ല സൂചനയല്ലേ തരണ്ടേ? കാരണം ഇതുവരെ BJP-യെക്കുറിച്ച് പറഞ്ഞത് എന്താ? ഇതൊരു ഫാസിസ്റ്റ് സംഘടനയാണ്, അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി നിലകൊള്ളുന്നു എന്നാണ്. അപ്പോൾ ഇതിലും ആശയപരമായി ഭിന്നതയുള്ളവർക്കും കേന്ദ്രമന്ത്രിസ്ഥാനം കിട്ടുന്നു, അവരെ നിലനിർത്താൻ സാധിക്കുന്നു, ഇതിൽ ആശയപരമായ ഭിന്നതയുള്ളവർ ചർച്ച ചെയ്ത് കാര്യങ്ങൾ നിശ്ചയിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി കൂടി ഇതിനെ കാണണം. അത് കാരണം ഇതൊരു ജനാധിപത്യ സംഘടനയാണ്. നരേന്ദ്രമോദിക്കും നിതിൻ ഗഡ്കരിക്കും രാജ്നാഥ് സിംഗിനും അടക്കം എതിരഭിപ്രായം പറയാനുള്ള സാധിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സ്വയംസേവകൻ ഞങ്ങളുടെ രാഷ്ട്രീയ ഗുരുവാണ്. ആ ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ ശ്രീ മോഹൻ ഭാഗവതിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയുകയും അതിനൊരു പരിഹാരം ഈ 5 വർഷക്കാലം ഉണ്ടായില്ല എന്നതാണ് അതിലെ രസകരമായ വസ്തുത. പിന്നെ മറ്റൊന്ന്, ഇന്നലെ പ്രധാനമന്ത്രിയുടെ ശരീരഭാഷയിൽ കണ്ട ആ ഒരു ദുർബലാവസ്ഥയെ നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞതിനെ വേണമെങ്കിൽ ഈ ആശങ്കയുമായി കൂട്ടിവെച്ച് വായിക്കാം. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് യു ക്യാൻ സീ വാട്ട് യു വാണ്ട് ടു സീ. അത് അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ യാത്രയുടെ ക്ഷീണമായിട്ടാണ് ഞാൻ കാണുന്നത്. ക്ഷീണമുണ്ട്, ഞാൻ സമ്മതിക്കാം, ശാരീരിക ക്ഷീണമാണ്. അതല്ലാണ്ട് വാരണാസിയിൽ അദ്ദേഹം തോൽക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കോൺഗ്രസിനേക്കാൾ കുറഞ്ഞ സീറ്റ് BJP-ക്ക് കിട്ടുമെന്ന് ശ്രീ ചാമക്കാല പോലും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെയാണ് BJP-യുടെ ഒരു വലിയ വാദമുഖം നിൽക്കുന്നത്. അവർക്ക് ശക്തിയായി പറയാൻ പറ്റുന്ന ഒരു ഭാഗം ഇതാണ്: നരേന്ദ്രമോദി അല്ല, ഇനി പ്രതിപക്ഷ ഐക്യനിരയോ കോൺഗ്രസോ ആണെങ്കിൽ ആരാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യം കോൺഗ്രസിനില്ലേ? പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷ ഐക്യനിര രൂപപ്പെടുമ്പോൾ അവിടെ മായാവതി തയ്യാറായി നിൽക്കുന്നുണ്ട്, മമതാ ബാനർജി തയ്യാറായി നിൽക്കുന്നുണ്ട്, ചന്ദ്രബാബു നായിഡു ഡൽഹിയിൽ ഓരോരുത്തരെയും കണ്ടു നടത്തുന്ന ചർച്ചകളൊക്കെ ഒടുവിൽ എത്തുമ്പോൾ പ്രധാനമന്ത്രി പദത്തെ ചൊല്ലിയുള്ള ഒരു കൂട്ടടിയായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അവിടെ ഒരു കോംപ്രമൈസിങ് കാൻഡിഡേറ്റിനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഇപ്പോഴേ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചുമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം പ്രധാനമന്ത്രി പദത്തിന് വേണ്ടി നിൽക്കില്ല എന്ന് പറയുകയും പിന്നീട് ഗുലാം നബി ആസാദിനെ പോലെ ഒരാൾക്ക് അത് തിരുത്തേണ്ടി വന്നതും. അത്തരമൊരു നിസ്സഹായാവസ്ഥയെ സ്വാഭാവികമായും ഇപ്പോഴിതാ ഇത്തരം ചർച്ചകളിൽ ഒരു വലിയ വാദമായി BJP ഉന്നയിക്കാൻ ഇടവരുത്തുന്നില്ലേ? കോവിഷൻ ഒരിക്കലുമില്ല. കാരണം നാളെ തെരഞ്ഞെടുപ്പ് തീരുകയാണ്, പോളിംഗ് തീരുകയാണ്. ഇനിയിപ്പോൾ വാദത്തിനും പിന്നെ എതിർവാദത്തിനും ഒന്നും പ്രസക്തിയില്ല. 23-ാം തീയതി വോട്ടെണ്ണാൻ പോകുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പ്രതിപക്ഷത്തെ കോവിഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രതിപക്ഷത്തിന് മുഖ്യ അജണ്ട എന്ന് പറയുന്നത് BJP-യെ പുറത്തു നിർത്തുക എന്ന് തന്നെയാണ്. ഒരാൾ പോലും BJP തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രതിപക്ഷ കക്ഷിയിൽ, അതായത് NDA-ക്ക് പുറത്ത് ഒരു പാർട്ടി പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ലക്ഷ്യം തീർച്ചയായും BJP-യെ പുറത്തു നിർത്തുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. ഇവിടെ
ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രീപോൾ അലയൻസ് കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ശ്രീ ഗോവിന്ദ മാഷ് പറയുന്നത് UPA-യിലെ ഘടകകക്ഷികളെ ഒന്നും ഞങ്ങൾ വേണ്ട രീതിയിൽ ഗവനിച്ചിട്ടുണ്ട്. ശ്രീ ഗോവിന്ദ മാഷ്, ഞാൻ താങ്കൾ പറഞ്ഞതിന് ആദ്യം മറുപടി പറഞ്ഞിട്ട് തിരിച്ച് ശ്രീ ശിവശങ്കറിലേക്ക് പോകാം. താങ്കൾ പറഞ്ഞത് പിന്നെ എന്താ LDF-ൻ്റെ പ്രസക്തിയെക്കുറിച്ചും കോൺഗ്രസ്സിന് സീറ്റ് കുറയണമെന്ന ആഗ്രഹമാണ് നിങ്ങളുടെ CPM-ൻ്റേത്. അത് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളുടെ സംസ്ഥാനത്തെ നേതൃത്വം മാത്രമല്ല, പ്രകാശ് കാരാട്ട് ഉൾപ്പെടെ ഇത് ആവർത്തിക്കുന്നുണ്ട്. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും രണ്ട് തട്ടിലാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. ബംഗാൾ ഘടകവും കേരള ഘടകവും രണ്ട് തട്ടിലാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം ഒന്ന് നന്നാവൂ ശ്രീ ഗോവിന്ദ മാഷേ. നിങ്ങൾ പിന്നെ പറയും ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടില്ലായിരിക്കാം. അത് കിട്ടുമോ കിട്ടിയില്ലെന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ ബോധ്യപ്പെടും. അങ്ങനെ ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടുന്നു. പക്ഷേ നിങ്ങൾക്ക് എത്ര കിട്ടും ശ്രീ ഗോവിന്ദ മാഷേ? തികച്ച് 5 സീറ്റ് കിട്ടുമോ? നിങ്ങൾക്ക് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് 5 സീറ്റിനും 10 സീറ്റിനും മുകളിലൊക്കെ പോകാൻ കഴിയുമെന്ന്? എന്നിട്ട് താങ്കൾ തന്നെ ഇവിടെ ഇതിനിടയ്ക്ക് ഒരു വാചകം പറഞ്ഞു, മതനിരപേക്ഷ ഗവൺമെൻറ് ഉണ്ടാകുമെന്നേ. അത് BJP വിരുദ്ധ ഗവൺമെൻറ് കേന്ദ്രത്തിൽ ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഒരു വാചകം കൂടെ അങ്ങ് പറഞ്ഞു, അതാണ് ഏറ്റവും വലിയ തമാശ. ഇടതുപക്ഷത്തിന് അതിന് വ്യക്തമായ സ്വാധീനം ഉണ്ടാകുമെന്ന്. 2-3 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ മാത്രമേ അതിനകത്ത് പ്രസക്തി ഉണ്ടാകുന്നുള്ളൂ എന്ന് അങ്ങ് മറന്നു പോകരുത്. ഞാൻ ഒന്ന് പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നിലപാടുകൾ എന്താണ്? നിങ്ങളുടെ നിലപാട് എവിടെയാണ് ശരിയായിട്ടുള്ളത്? നിങ്ങൾ കേരളത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം വോട്ട് പിടിക്കുന്നു. ഏത് സംസ്ഥാനത്തിലാണ് മറിച്ച് നിങ്ങൾ അരിവാൾ ചുറ്റിയ നക്ഷത്രം വോട്ട് പിടിച്ചിട്ടുള്ളത്? തമിഴ്നാട്ടിൽ വന്നിട്ട് കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചോദിക്കുന്നു. നിങ്ങൾ ഡൽഹിയിൽ പോയി നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ചൂലിന് വേണ്ടി വോട്ട് പിടിക്കുന്നു. പശ്ചിമ ബംഗാളിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഇപ്രാവശ്യം വോട്ട് പിടിച്ചത് BJP-യുടെ താമരയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്ത് അടിസ്ഥാനപരമായ യോഗ്യത ഇത്തരം കാര്യങ്ങൾ പറയാനുള്ളത്? ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും അങ്ങേക്ക് നിഷേധിക്കാൻ കഴിയുമോ? പത്രങ്ങളെല്ലാം വന്നില്ലേ, റിപ്പോർട്ടുകളെല്ലാം വന്നില്ലേ? CPM-ൻ്റെ ബംഗാളിലെ പല നേതാക്കന്മാരും പലരും അവസാനം വോട്ട് മറിച്ചു എന്നും അത് BJP-ക്ക് അനുകൂലമായി വോട്ട് മറിച്ചെന്നും അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നിങ്ങൾ AAP-യുമായി ധാരണയുണ്ടാക്കിയതും ഇവിടെ പാവം CR നീലകണ്ഠനെ പുറത്താക്കിച്ചതും ഒക്കെ നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ ചൂലിന് വോട്ട് പിടിക്കുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ ചെല്ലുമ്പോൾ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് പിടിക്കുന്നു. മറിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിലേക്ക് നിൽക്കുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ വിരോധാഭാസമാണ്, നിങ്ങളുടെ ഗതികേടാണ് ശ്രീ ഗോവിന്ദ മാഷേ. അത് അങ്ങ് ആദ്യമായി മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങ് ഈ ആഗോള തലത്തിലുള്ള രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യൂ. ഞങ്ങൾക്ക് തർക്കമില്ല. ഞാൻ അങ്ങേ പഠിപ്പിക്കാനെന്നുള്ള അങ്ങ് വളരെ പഠനപ്രജ്ഞനായ സീനിയർ നേതാവാണ്, CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. അങ്ങേക്ക് ഇതൊക്കെ പറയാം. പക്ഷേ നിങ്ങളുടെ പൊസിഷനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ട് വേണം നിങ്ങൾ കോൺഗ്രസിനെയും UPA-യും കുറ്റപ്പെടുത്താൻ. UPA-ക്കകത്ത് ഞങ്ങളുടെ ഘടകകക്ഷികളെ സംബന്ധിച്ച് ഒരു തർക്കവുമില്ല, അവിടെ നിൽക്കട്ടെ. പിന്നെ നമ്മുടെ ശിവശങ്കർ പറഞ്ഞതിനെക്കുറിച്ച് 1-2 കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ് ക്യാമ്പയിൻ അജണ്ട ഗോപികൃഷ്ണനോ അല്ലെ ജേക്കബ് ജോർജോ തീരുമാനിക്കേണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം. ശരിയാണ്. പക്ഷേ ശ്രീ ശിവശങ്കർ, ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷവും നിങ്ങൾ അധികാരത്തിലിരുന്നവരാണ്. നിങ്ങൾ അധികാരത്തിൽ നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായി എടുത്തിട്ടുള്ള നിലപാടുകൾ മുൻപോട്ട് വെച്ചുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ അജണ്ട തീരുമാനിച്ചോളാം എന്ന് പറയുന്ന അല്ലായിരുന്ന ശരി. പ്രതിപക്ഷത്തിന് പറയാം അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞതില്ല, ഇങ്ങനെ ഞങ്ങളുടെ മാനിഫെസ്റ്റോയാണ് അടിസ്ഥാന ഘടകമെന്ന് പറയാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ നിങ്ങൾ അതിലേക്ക് തന്നെയായിരുന്നു പോകേണ്ടിയിരുന്നത്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ അജണ്ട തിരിച്ചു കൊണ്ടുപോയത് നിങ്ങൾ മനഃപൂർവ്വമാണ് എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്കറിയാം. 1. 2, നിങ്ങൾ റഫേലിനെ കുറിച്ച് ചോദിച്ചു. റഫേലിനെക്കുറിച്ച് എത്ര വേഗത്തിലാണ് കള്ളം പറഞ്ഞ് അദ്ദേഹം പോയത്. ഗോപികൃഷ്ണൻ ഇടപെട്ടപ്പോൾ അദ്ദേഹം അസ്വസ്ഥനാകുകയും ചെയ്തു. റഫേൽ വിഷയത്തിൽ കോടതിയെ സംബന്ധിച്ച് നിങ്ങൾ കോടതിയിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് വസ്തുതയല്ലേ? അതിനുശേഷം എന്തെല്ലാം രേഖകൾ പുറത്തു വന്നു? അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ, കോടതിയിൽ നടന്ന വാദങ്ങൾ ഉൾപ്പെടെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടതല്ലേ? എന്നിട്ട് താങ്കൾ പറയുകയാണ് അവിടെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് ഞങ്ങൾ ഏത്തമിടിക്കും. ശ്രീ ശിവശങ്കർ, നരേന്ദ്രമോദിയെ കൊണ്ട് ഞങ്ങൾ ഈ റഫേൽ വിഷയത്തിൽ ഏത്തമിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അത് ഞങ്ങൾ ഭരണപക്ഷത്ത് വരികയും ചെയ്യും, BJP ഇതര സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്യും. നരേന്ദ്രമോദിയെ കൊണ്ട് ഈ റഫേൽ വിഷയത്തിൽ ഞങ്ങൾ ഏത്തമിടിക്കും. അത് ജനാധിപത്യപരമായ രീതിയിൽ, നീതിപരമായ രീതിയിൽ, പിന്നെ ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപരമായ രീതിയിൽ ഞങ്ങൾ അതിനെ നേരിടും. അതിനകത്ത് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കൾ നേരത്തെ ഇടതുപക്ഷത്തെ വിമർശിച്ചു, അവരുടെ നിലപാടുകളിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞു. അതിന് ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ താങ്കൾ പറഞ്ഞ വിമർശനങ്ങൾക്ക് മറുപടി പറയും. പക്ഷേ കോൺഗ്രസ് എത്രത്തോളം ആത്മാർത്ഥതയോടുകൂടി ഒരു BJP വിരുദ്ധ സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി സഖ്യ സാധ്യത നിങ്ങൾ തള്ളിക്കളഞ്ഞല്ലോ. ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ ഹരിയാനയിലുമൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി മാറാവുന്ന ഒരു സഖ്യ സാധ്യത നിങ്ങൾ തള്ളിക്കളഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നതിനോടുകൂടി നിങ്ങൾ മറുപടി പറയണ്ടേ? ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകം 2 തട്ടിലായി. ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം സഹകരണം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ. അപ്പോൾ കോൺഗ്രസിന്റെ ആത്മാർത്ഥതയും സംശയിക്കപ്പെടുന്നതാണ്. പിന്നെ BJP ഇതര മതനിരപേക്ഷ സർക്കാർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി ഉണ്ടാകുമോ ഈ രാജ്യത്തെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ ഐക്യനിര ഏത് തരത്തിലാണ് രൂപപ്പെടാൻ പോകുന്നത്? അതിൽ അങ്ങനെ ഒരു ഭരണ സാധ്യതയുണ്ടെങ്കിൽ അതിൽ കോൺഗ്രസിന്റെ റോൾ എന്തായിരിക്കും എന്നൊക്കെ ഇപ്പോഴും സംശയമുണ്ടല്ലോ ശ്രീ ജ്യോതികുമാർ ചാമക്കാല. അവർ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടോ?
അതെ, ഞാൻ ഗോപികൃഷ്ണൻ അതിലേക്കാണ് വരുന്നത്. അത് തൊട്ട് മുമ്പ് ഒറ്റ കാര്യം കൂടെ അവശേഷിക്കുന്നു. വെസ്റ്റ് ബംഗാളിൽ അദ്ദേഹം പറഞ്ഞു ജ്യോതി ബസ് നടത്തിയതിനേക്കാൾ വലിയ പ്രകടനം നരേന്ദ്രമോദി നടത്തിയിട്ടുണ്ടാവാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗോവിന്ദ മാഷിൻ്റെ പാർട്ടിക്കാരോട് ചേർന്നിട്ടാണ് അത്തരത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇപ്പം ഇനി താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഞങ്ങളുടെ നിലപാടിൽ മാറ്റം വന്നു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ ശ്രീ ഗുലാം നബി ആസാദ്. ഞങ്ങൾ കർണാടകത്തിൽ ഒരു നിലപാടെടുത്തല്ലോ. എന്തായിരുന്നു? BJP പുറത്ത് നിർത്തുക. അവിടെ ഞങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ ആ നിലപാട് നടപ്പിലാക്കിയത്. ഞങ്ങളെ സംബന്ധിച്ച് താങ്കൾ ചോദിച്ച UPയുടെ ഘടകകക്ഷികൾ തമ്മിലുള്ള വീതമെപ്പിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കൂടുതൽ കക്ഷികളെ ചേർക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ച് പ്രീ പോൾ അലയൻസിന് ഒരുപാട് ബാധ്യത, ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫാക്ടേഴ്സ് പരിഗണിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഫാക്ടേഴ്സ് പരിഗണിക്കുമ്പോൾ താങ്കൾ പ്രധാനമായും ചോദിച്ചത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുമായുള്ള ബന്ധവും ഞങ്ങളുടെ അവിടുത്തെ സംസ്ഥാന നേതൃത്വത്തിനകത്ത് അഭിപ്രായ വ്യത്യാസമൊക്കെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം താങ്കൾ തന്നെ കേട്ടതാണല്ലോ, കേജ്രിവാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അവർ പരാജയപ്പെടുമെന്ന് ശ്രീ കേജ്രിവാൾ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അവിടെ ഗുണമുണ്ടാകുന്നത് കോൺഗ്രസിനാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പക്വതയുള്ള ഒരു നേതൃത്വം ഞങ്ങൾക്കുണ്ട്, മുതിർന്നവരും ചെറുപ്പക്കാരുമായ പഞ്ചാബിലും ഹരിയാനയിലും അടക്കം നിങ്ങൾക്ക് ഗുണമുണ്ടാകാൻ പാകത്തിലുള്ളൊരു സഹകരണത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഉത്തർപ്രദേശിൽ SP-യും BSPയും കൈകോർത്ത് നിന്നപ്പോൾ അവരുടെ സാധ്യതകളെ ദുർബലപ്പെടുത്തുന്ന തരത്തിലായിരുന്നു കോൺഗ്രസിന് ഇടപെടലെന്ന ആക്ഷേപം അവർ തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. അതെ ഗോപികൃഷ്ണൻ, അത് ഞാൻ ചോദിക്കട്ടെ, ഈ ഇന്ത്യയിൽ BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള നാഷണൽ പാർട്ടികൾ കഴിഞ്ഞാൽ ബാക്കി റീജിയണൽ പാർട്ടികൾക്കെല്ലാം അവരുടെ സംസ്ഥാനത്ത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ നേതാവിന് ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയാകുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. അത് അവർ ചിന്തിക്കുന്നതിൽ തെറ്റും പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ചാൽ പറ്റുമോ? ഇനി അതിനുവേണ്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാടുകളിൽ നിന്നും കോൺഗ്രസിൻ്റെ അവിടെയുള്ള ശക്തിയിൽ നിന്നും കോൺഗ്രസിന് പുറകോട്ട് പോകാൻ കഴിയുമോ? കോൺഗ്രസിന് അർഹതപ്പെട്ട സ്ഥാനം നിലനിർത്തിക്കൊണ്ട് കോൺഗ്രസിന് അലയൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സീറ്റ് ഷെയർ ആണല്ലോ പ്രധാനം. അത് ഏത് മുന്നണിയായാലും അത് തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെയുള്ള ശക്തിക്കനുസരിച്ചുള്ള സീറ്റ് തരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അത് അത്തരത്തിലൊരു ചർച്ച നടക്കുന്നതിന് മുമ്പ് BSPയും SP-യും തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി അവരെ ഏകപക്ഷീയമായി മുന്നോട്ട് പോയി. അതിന് അവർ വലിയ വില കൊടുക്കേണ്ടി ഒരു തർക്കവും വേണ്ട. കോൺഗ്രസിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം എന്തുകൊണ്ടാണ് മായാവതി ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധിയെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരേണ്ടി വന്നത്? പ്രിയങ്ക ഗാന്ധിയെ എല്ലാ അർത്ഥത്തിലും വിമർശിക്കുവാൻ മായാവതി പോലും എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായി വരേണ്ടി വന്നത്. അപ്പോൾ അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള പ്രസൻസ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നോട്ട് പോക്ക്, ഈ പറയുന്ന അവർ ആദ്യം ഉണ്ടാക്കിയ SP-BSP അലയൻസിനെ കവച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചെങ്കിലും മുന്നോട്ട് പോകാൻ, നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പ്രാദേശിക കക്ഷികളെ ഉൾക്കൊണ്ടുകൊണ്ട് പോകണം. പ്രാദേശിക കക്ഷികളെ ഉൾക്കൊള്ളുന്നതിൻ്റെ കാര്യത്തിൽ UPക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ അവരുടെ അവകാശവാദങ്ങൾ ന്യായമായിരിക്കണം. അതിനകത്ത് ഒരു അടിസ്ഥാനം ഉണ്ടാകണം. എല്ലാ കക്ഷികളെയും ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ചില കക്ഷികൾക്ക്, ഘടകകക്ഷികൾക്ക്, അല്ലെങ്കിൽ ചില പ്രാദേശിക കക്ഷികൾക്ക് സ്വാഭാവികമായി സ്വാധീനം. ശ്രീ MP ഗോവിന്ദൻ, അദ്ദേഹത്തിന് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് മറുപടി പറയാം. അതോടൊപ്പം തന്നെ ശ്രീ MP ഗോവിന്ദൻ മാസ്റ്റർ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു കോൺഗ്രസ് ഇതര BJP ഇതര മുന്നണിക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ചന്ദ്രശേഖര റാവുവിന് വലിയ രീതിയിൽ സ്വീകരണം ലഭിച്ചത് കേരളത്തിൽ ഇവിടെ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നാണ്. പലയിടങ്ങളിലും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്ടിലടക്കം അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ ഇപ്പോൾ DMK പോലുള്ള സ്റ്റാലിനൊക്കെ തള്ളിക്കളയുകയുണ്ടായി. അതായത് ആ മുന്നണിയിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല. ഇവിടെ ജ്യോതികുമാർ ചാമക്കൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആക്ഷേപവും അത് തന്നെയാണ്. ഇടതുപക്ഷ പാർട്ടികൾക്ക് CPIMന് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ താഴെ ഇറക്കണമെന്ന ഒരു പ്രഖ്യാപിത ലക്ഷ്യമുണ്ടെങ്കിൽ പോലും അതിന് അനുഗുണമായ രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നില്ല എന്നാണ്. ആ വിമർശനത്തെ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. ചാമക്കാല പറയുമ്പോഴാണിത് നിലപാടില്ല എന്ന് പറയുന്നത്. ഞങ്ങളുടെ നിലപാട് BJPയെ താഴെ ഇറക്കുക എന്നുള്ള തന്നെയാണ്. അതിന് കോൺഗ്രസ്സാണ് ബദലാവാൻ പോകുന്നത് എന്നുള്ള വാദത്തിനൊന്നും ഒരർത്ഥമില്ല. അസംബന്ധപരമായ വാദം അത്. കോൺഗ്രസ് BJPക്ക് ഇന്നത്തെ പരിസ്ഥിതിയിൽ ബദലാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, ഞങ്ങൾക്ക് യോജിപ്പില്ല. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, നിങ്ങൾക്ക് താല്പര്യം ഈ ഫെഡറൽ മുന്നണിയോടാണോ? ചന്ദ്രശേഖര റാവുവിനെയൊക്കെ നിങ്ങൾ പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ ഇവരെല്ലാം പറയാൻ പൂർണ്ണമായിട്ട് അനുവദിച്ചിട്ടുണ്ടല്ലോ. അല്ലല്ല, ഞാൻ താങ്കളോട് തന്നെ ചോദിച്ചു. ഇവരെല്ലാം പൂർണ്ണമായിട്ട് പറയാൻ അനുവദിച്ചിട്ടുണ്ട്. പൂർണ്ണമായും പറയാൻ ഞാൻ അനുവദിക്കും. കാര്യമില്ല. എനിക്ക് പറയാൻ സമയം തരുന്നില്ലെങ്കിൽ ചർച്ച വേണ്ട. എനിക്ക് ചർച്ചയിൽ വലിയ ഭ്രാന്തുള്ള ഒരാളൊന്നുമല്ല ഞാൻ. അങ്ങനെയുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെയൊന്നും ധരിക്കണ്ടില്ല. ചർച്ച രാഷ്ട്രീയമായ ലോകം കാണുന്ന, ജനങ്ങൾ കാണുന്ന, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരുന്നത്. പറയാനുള്ള സമയമാണ് ഗോവിന്ദ മാസ്റ്റർ. അപ്പോൾ ഇവിടെ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. ഞാനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ് BJPക്ക് ഇന്നത്തെ പരിസ്ഥിതിയിൽ ബദലല്ല. അതുകൊണ്ട് കോൺഗ്രസ് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നത് അസംബന്ധമാണ്. 100 സീറ്റിൽ കൂടുതൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല കോൺഗ്രസ്സിന്.
അപ്പോൾ ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരേണ്ടത് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ ആവശ്യമാണ്. ആ നിലപാട് CPIM-നുണ്ട്. പിന്നെ ഞങ്ങൾ ബംഗാളിൽ BJP-യുമായി ചേർന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഇന്ത്യ കേട്ട ഏറ്റവും വലിയ അസംബന്ധം തന്നെയാണ്. ഞങ്ങൾ BJP-യോട് ചേരുന്ന പ്രശ്നമില്ല. BJP-യാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അവിടെ കോൺഗ്രസുമായിട്ട് നീക്കുപോക്കുണ്ടാക്കാൻ രാഷ്ട്രീയ ഐക്യമുന്നണിയൊന്നുമില്ല, നീക്കുപോക്കുണ്ടാക്കാം എന്ന കാര്യം ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ തീരുമാനിച്ച് ജയിച്ച 4 സീറ്റ് കോൺഗ്രസിനും ജയിച്ച 2 സീറ്റ് CPM-നും പരസ്പരം മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ട് ആ തീരുമാനം പോലും ബംഗാളിൻ്റെ സാഹചര്യത്തിൽ അംഗീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ BJP-ക്ക് അനുകൂലമായ രാഷ്ട്രീയ നിലപാടാണ് UP-യിൽ നിങ്ങൾ സ്വീകരിച്ചത്. UP എന്ന് പറയുന്നത് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന അത് ഇന്ത്യയുടെ ഹൃദയഭൂമിയാണ് UP. 80 സീറ്റാണ് അവിടെയുള്ളത്. 2 സീറ്റാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്. ആ 2 സീറ്റ് നിങ്ങൾക്ക് തരാമെന്ന് SP-യും BSP-യും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവരത് കൃത്യമായിട്ട് അനുവദിച്ചിട്ടുമുണ്ട്. എന്നാൽ അവർ ചെയ്തത് ഞങ്ങൾ 80 സീറ്റിലും മത്സരിക്കുകയാണ്. 80 സീറ്റിലും UP-യിൽ മത്സരിച്ച് 6.7% വോട്ട് ഷെയറാണ് നിങ്ങൾക്കില്ലേ അവിടെ. നിങ്ങൾ മനസ്സിലാക്കിക്കോ. 1ാമത്തെ സ്ഥാനവുമില്ല, 2ാമത്തെ സ്ഥാനവുമില്ല, 3ാമത്തെ സ്ഥാനവുമില്ല, ഏറ്റവും അവസാനത്തെ സ്ഥാനമാണ്. 6.7% വോട്ട് മാത്രം വോട്ട് ഷെയർ ഉള്ള കോൺഗ്രസ് അവിടെ 80 സീറ്റിൽ മത്സരിച്ചിട്ട് ആ 80 സീറ്റിൽ മത്സരിച്ചിട്ട് അവിടെ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കല്ലാതെ വേറെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? അതുപോലെ ഡൽഹിയിൽ നിങ്ങൾ ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല, പഞ്ചാബിൽ നിങ്ങൾ ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല, ഹരിയാനയിൽ നിങ്ങൾ ഐക്യം ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല. ഇന്ത്യയുടെ വിവിധ മേഖല UP എന്ന് പറയുന്ന സാധനം എവിടെയാണല്ലേ? നിങ്ങളിപ്പോൾ UP എന്ന് പറയുന്നുണ്ടല്ലോ. ഏത് സംസ്ഥാനത്തിലാണ് UP ഉള്ളത്? ഒരു UP ഇല്ല. കോൺഗ്രസിന് ജയിക്കും, ഞങ്ങളാണ് എല്ലാം ജയിക്കാൻ പോകുന്നത് എന്നുള്ള തെറ്റായ നിലപാട് വെച്ചിട്ട് BJPയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ യഥാർത്ഥത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ താൻ പ്രമാണിത്ത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സാഹചര്യമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ റോളിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളത് എന്ന കാര്യം ഒരു സംശയവും മറക്കണ്ട. ഞങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് BJPക്ക് എതിരായിട്ടുള്ളതാണ്, BJPയെ താഴെ ഇറക്കാനുള്ളതാണ്, ഒരു ബദൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിലൊരു 3ാം മുന്നണി എന്നെല്ലാം ഉള്ള നിലപാട് വെച്ചുകൊണ്ടൊന്നും ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നില്ല. എന്റെ ചോദ്യം അതായിരുന്നു. അതായത് ഒരു കോൺഗ്രസ് ഇതര BJP ഇതര ഫെഡറൽ മുന്നണിയിലാണോ നിങ്ങൾക്ക് താല്പര്യം? അല്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ പാർട്ടി പറഞ്ഞല്ലോ, പാർട്ടി കോൺഗ്രസ് പറഞ്ഞല്ലോ, ഒരു 3ാം മുന്നണിക്ക് ഞങ്ങളില്ല. ഒരു 3ാം മുന്നണിയുടെ സാധ്യതയുമില്ല ഇന്ത്യയിൽ. വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരല്ലോ, ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചാൽ പോരല്ലോ. ഒരു 3ാം മുന്നണിക്കുള്ള സാധ്യത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ ഇല്ല എന്ന് പാർട്ടിയുടെ കോൺഗ്രസ് തന്നെ വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ 3ാം മുന്നണിയുടെ ഭാഗമായിട്ട് പോവുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അതല്ല ഞങ്ങളുടെ നിലപാട്. ഇവിടെ BJPക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മതനിരപേക്ഷ ഒരു ഗവൺമെൻറ് മാത്രമല്ല, ഒരു ബദൽ ഗവൺമെൻറ് മാത്രമല്ല, ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഗവൺമെൻറ് വരണം. അല്ലാതെ ഒരു ഗവൺമെൻറ് പകരം വന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിന് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വേണം. ഞങ്ങളുടെ സ്വാധീനത്തെപ്പറ്റി അളന്ന് വിശദീകരിക്കുന്ന നിങ്ങളോട്, നിങ്ങൾ ഈ ഇന്ത്യ ഭരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയല്ലേ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം മുഴുവൻ ഏറ്റുവാങ്ങുന്ന പാർട്ടിയല്ലേ കോൺഗ്രസ്. ആ കോൺഗ്രസ് 100 സീറ്റിൽ കുറയുമ്പോൾ ഞങ്ങൾക്ക് 11 സീറ്റ് ഉണ്ടെങ്കിൽ ആ 11 സീറ്റ് മതി. ചാമക്കാരോട് എനിക്ക് ഉറപ്പിച്ചതാ പറയാനല്ലേ. ശരി, നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. അവസാന ലാപ്പിൽ അടിതെറ്റാൻ പോകുന്നത് ആർക്കാണ്? വളരെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ഈ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് മടങ്ങി വരാം. അതിഥികൾ എന്നോടൊപ്പം ഉണ്ടാകും. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ജേക്കബ് ജോർജ്, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ BJPയെ താഴെ ഇറക്കണമെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ വളരെ ചടുലമായ തീരുമാനങ്ങളും പെട്ടെന്നുള്ള നീക്കങ്ങളും ഒക്കെ വേണം. ഇപ്പോൾ ചന്ദ്രബാബു നായിഡു എല്ലാവരെയും ഒപ്പം കൂട്ടാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമവുമായി ഡൽഹിയിൽ ചർച്ചകൾ നടത്തുകയാണ്. പക്ഷേ ഇവിടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ. മമതാ ബാനർജിയുണ്ട്, മായാവതിയുണ്ട്. ഇവരുടെ ഇടയിൽ നിന്ന് ഈ പ്രശ്നത്തിൽ രമ്യതയോടുകൂടി ഇതിൽ പരിഹാരം ഉണ്ടാക്കി ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റിന് മുന്നിൽ കൊണ്ടുവരിക എന്നത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമായിരിക്കുമോ? അത്രയധികം വൈരുദ്ധ്യങ്ങളുള്ള ഈ കക്ഷികളുടെ കൂട്ടായ്മ എന്നത് പെട്ടെന്ന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒന്നായി താങ്കൾ കാണുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും അതിന് വളരെയധികം രാഷ്ട്രീയ നൈപുണ്യം വേണം. ഇങ്ങനെ പല രാഷ്ട്രീയ പാർട്ടികളെ, പല പ്രാദേശിക പാർട്ടികളെ, പലതരം നേതാക്കളെ, മമത പോലെ, മായാവതി പോലെയുള്ള ഒരു ശക്തരായ പ്രാദേശിക നേതാക്കളൊക്കെ ഒരു വഴിക്ക് കൊണ്ടുവരിക, ഒരു ചരടിൽ കിട്ടുക എന്നുള്ള ചില്ലറ കാര്യമൊന്നുമില്ല. 2004 ഗോപികൃഷ്ണ, നമുക്കറിയില്ല, CPM നേതാവ് ഹർകിഷൻ സിംഗ് സുർജിത്താണ് ഒരു മുന്നണി ഉണ്ടാക്കി സോണിയാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് കൊടുത്തത്. അതുപോലെ ഒരു നേതാവിനെയാണ് ആവശ്യം. അതുപോലെ ശക്തിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആവശ്യം. CPM-നോ ഇടതുപക്ഷത്തിനോ അന്നത്തെ ശക്തി ഇന്നില്ല. പിന്നെ ആര്?
ഒരുപക്ഷെ ആ ഒരു ശൂന്യതയിലായിരിക്കും ചന്ദ്രബാബു നായിഡു ഡൽഹിയിലെത്തി ചില ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്ര കണ്ട് ഫലവത്താകും? തീർച്ചയായിട്ടും 23-ാം തീയതി കഴിഞ്ഞ ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റൂ. എന്തുകൊണ്ടും കോൺഗ്രസ് 100 എന്നുള്ളതല്ല, 100-ന് മേലെ ഒരു 130-140 സീറ്റെങ്കിലും കിട്ടുന്ന ഒരു പാർട്ടിയായിട്ട് വളർന്നു വന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസിനെ വെല്ലുവിളിക്കാൻ മായാവതിക്കോ മമതാ ബാനർജിക്കോ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ആ ഒരു നിലയിൽ എത്താൻ കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ മറ്റ് മായാവതിക്ക് എത്ര സീറ്റ് കിട്ടും, അതേപോലെ ബംഗാളിൽ മമതാ ബാനർജിക്ക് എത്ര സീറ്റ് കിട്ടും, ആ കയ്യിലിരിക്കുന്ന സീറ്റ് പല ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. ഒരു ദേശീയ മുന്നണി ഉണ്ടാക്കുമ്പോൾ പല ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. അതിനകത്തൊരു മധ്യസ്ഥത ആര് വഹിക്കും? അതൊരു നേരത്തെ ശ്രീ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞല്ലോ, ഒരു കർണാടക മോഡൽ ഞങ്ങൾ അതിൻ്റെ ഒരു ബിഗർ വെർഷൻ ഇവിടെയും ശ്രമിക്കുമെന്ന്. അപ്പോൾ കോൺഗ്രസ് മുൻകൈ എടുത്താലും പ്രാദേശിക പാർട്ടികളുടെ സഹകരണം കൂടിയേ തീരൂ എന്നുള്ളപ്പോൾ പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയുള്ള അവകാശവാദവും ഉണ്ടാകുമല്ലോ. അവിടെ കോൺഗ്രസിന് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരില്ലേ? ഗോപികൃഷ്ണ, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനം വിട്ടുകൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPയെ പേടിച്ച രാഷ്ട്രീയ കക്ഷികളാണിവർ. BJPയെ പേടിച്ച് BJPയെ പരാജയപ്പെടുത്തി അധികാരത്തിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ച ഈ പാർട്ടികൾ തെരഞ്ഞെടുപ്പിന് ശേഷവും BJPയെ പേടിക്കും. അതുതന്നെയാണ് കോൺഗ്രസിന് ആശ്വാസം, അതുതന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾക്കും ആശ്വാസം. BJP ഉണ്ടല്ലോ, ഒരു അഗ്രസീവ് രാഷ്ട്രീയം തുടരുന്ന പാർട്ടിയാണ്. ഇന്ത്യയിൽ ഇതുവരെയും ഉണ്ടായിരുന്ന രാഷ്ട്രീയ ഒരു ശൈലിയുണ്ട്. ആ ശൈലി ഇപ്പോൾ CPM പ്രധാനമന്ത്രി പദം കയ്യിൽ വെച്ച്, സ്വർണ്ണം തളികയിൽ വെച്ച് കയ്യിൽ കൊടുത്തിട്ട് പോലും ഞങ്ങൾക്കത് വേണ്ട എന്ന പറഞ്ഞ പാർട്ടിയാണ് CPM. കാരണം ആദർശത്തിൻ്റെ പേരിൽ, തങ്ങളുടെ പ്രിൻസിപ്പിൾസിൻ്റെ പേരിൽ ഞങ്ങൾക്ക് അധികാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ പാർട്ടിയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറയുമോ CPM? അത് ഹിസ്റ്റോറിക്കൽ ബ്ലണ്ടറായി എന്നാണ് ജ്യോതി ബസു തന്നെ പറഞ്ഞത്. അതിൻ്റെ ഫലമാണ് ഇന്ന് CPM അനുഭവിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് BJP അതിശക്തമായ ശക്തി രാഷ്ട്രീയം കളിക്കുമ്പോൾ അതിനെ നേരിടാൻ പ്രതിപക്ഷ യൂണിറ്റി ഉണ്ടായാലേ പറ്റൂ. എങ്ങനെ വരും എന്നുള്ളത് തീർച്ചയായിട്ടും ഈ 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നതിന് ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ. ഏതായാലും മെയ് 23-ന് ശേഷം മാത്രമായിരിക്കും ഏത് തരത്തിലുള്ള കൂട്ടുകെട്ടുകളാണ് ഈ രാജ്യത്തിൻ്റെ അധികാര രൂപത്തെ തീരുമാനിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത പാനലിസ്റ്റുകൾക്ക്. എൻകൗണ്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.